എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അറിവിനെ ഇഷ്ടപ്പെടുന്ന, അറിവ് സമ്പാദിക്കണമെന്ന് താല്പര്യമുള്ളവർ, പുസ്തകത്താളുകളിൽ നിന്ന് കിട്ടാത്ത അറിവുകളുടെ ഒരു ശേഖരവുമായാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായി സംവദിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ദസറ വരികയാണ്. അപ്പം മൈസൂരിലെ ദസറയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടോ? ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം. അപ്പം ആ മൈസൂരിലെ ദസറയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. പത്ത് നാൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് മൈസൂരിലെ ദസറ. ഈ ദിവസങ്ങളിൽ രാത്രിയിൽ മൈസൂർ കൊട്ടാരം 1,00,000 ബൾബുകൾ കൊണ്ട് ശോഭിക്കുന്നത് കാണാം. മൈസൂർ ദസറയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ആനകളാണ്. വിജയദശമി നാളിലെ ജംബോ സവാരിയാണ് സഞ്ചാരികൾക്ക് മുന്നിൽ ആനകൾ കൗതുക കാഴ്ചകളാകുന്നത്. ദസറയ്ക്ക് മാസങ്ങൾക്ക് മുൻപേ ആനകൾ മൈസൂരിലേക്ക് കൂട്ടം കൂട്ടമായി എത്തിത്തുടങ്ങും. മൈസൂരിൽ എത്തിച്ചേരുന്ന ആനകളുടെ പരിശീലനമാണ് ദസറ വരെ നടക്കുന്നത്. സമീപ സ്ഥലങ്ങളിൽ നിന്ന് ആനകളെ ലോറികളിലാണ് മൈസൂരിൽ എത്തിക്കുന്നത്. മൈസൂരിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള നാഗർഹോള ദേശീയപാതയിൽ നിന്നുള്ള ആനകളെ ചിലപ്പോൾ നടത്തിയും ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട്. ചെറു ഗ്രാമങ്ങൾ താണ്ടി മൈസൂരിൽ എത്തുന്ന ആനകളെ ഗ്രാമീണർ നൃത്തച്ചുവടുകളും വാദ്യമേളങ്ങളോടും കൂടിയാണ് വരവേൽക്കുന്നത്. തുടർന്ന് മൈസൂർ ദസറയുടെ ചുമതലയുള്ള മന്ത്രി ആനകളെ ഔദ്യോഗികമായി മൈസൂരിൽ സ്വീകരണം നടത്തും. മൈസൂരിലെ ക്യാമ്പുകളിൽ പാർപ്പിക്കുന്ന ആനകൾക്ക് പ്രത്യേക വിഭവങ്ങളാണ് നൽകുന്നത്. റാഗി ഉണ്ടയാണ് അതിൽ പ്രധാനപ്പെട്ട ഐറ്റം. ഇതുപോലെ പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം ആനകൾക്ക് കൊടുക്കാൻ ഈ നാളുകളിൽ ശ്രദ്ധിക്കാറുണ്ട്. ഉയരവും തൂക്കവും ആരോഗ്യവും നോക്കിയാണ് ദസറയ്ക്ക് അണിനിരക്കേണ്ട ആനകളെ തെരഞ്ഞെടുക്കുന്നത്. മൈസൂർ രാജവംശത്തിന്റെ കാലത്തെ ആനകളെ തെരഞ്ഞെടുക്കുന്നതിൽ വലിയ നിഷ്കർഷത നടപ്പിലാക്കിയിരുന്നു. ആനകളുടെ നടത്തം വരെ അവയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. കാലങ്ങളായി മൈസൂർ ദസറയ്ക്ക് അണിനിരത്തുന്ന ആനകളെ പാർപ്പിക്കുന്നത് നാഗർഹോള ദേശീയോദ്യാനത്തിന് സമീപമുള്ള ദുബാരെ, ഹെബ്ബാളെ, മൂർക്കൻ, മേട്ടിക്കുപ്പെ, ബന്ദിപ്പൂർ, ഭീമേശ്വരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഈ ആനകളെ പരിശീലിപ്പിക്കാൻ ഏകദേശം 240 അധികം പാപ്പാന്മാരും ഉണ്ടാകാറുണ്ട്. പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരാണ് ആനകൾക്ക് സാധാരണമായി ഇടാറുള്ളത്. ഉദാഹരണമായി ദ്രോണ, ബലരാമ, അർജുന, ഭരത, ഗായത്രി, കോകില, അഭിമന്യു എന്നിങ്ങനെയാണ് ആനകളുടെ പേരുകൾ. രാജകീയത വിളിച്ചോതുന്ന ചടങ്ങാണ് മൈസൂരിലെ ഈ ആന എഴുന്നള്ളത്ത്. ദസറയുടെ പ്രധാന ആകർഷണീയത തന്നെയാണ് ഈ ജംബു സവാരി. ജംബു സവാരിക്ക് വേണ്ടി പരിശീലിച്ച ആനകളെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കേണ്ടത് വനം വകുപ്പിന്റെ ചുമതലയാണ്. ഗതാഗതത്തിനിടയിൽ പലപ്പോഴും ആനകൾക്ക് പരിക്കേൽക്കാറുണ്ട്. കൂടാതെ ദസറ കഴിയുന്നത് വരെ ആനകൾ മൈസൂരിൽ തങ്ങുന്നതിനാൽ ചിലപ്പോൾ നാശനഷ്ടങ്ങളും വരുത്തിവെക്കാറുണ്ട്. അതിനാൽ ഇപ്പോൾ ദസറ ആനകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ആണ് ആനകൾക്ക് 32 ലക്ഷത്തോളം രൂപയുടെ ഇൻഷുറൻസ് നൽകിയിരിക്കുന്നത്. ആനയ്ക്കു പുറമെ പാപ്പാന്മാർക്കും സഹായികൾക്കും 35 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് വേറെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദസറ ഫെസ്റ്റിവൽ കമ്മിറ്റി 41,000 രൂപയാണ് ഓരോ ആനകൾക്കുമായി നൽകി വരുന്നത്. കൂട്ടത്തിലെ പ്രധാന ആനയുടെ പുറത്ത് ചാമുണ്ടേശ്വരി ദേവിയുടെ രൂപമുണ്ടാകും. മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ബന്ദിമണ്ഡപ്പിലേക്കാണ് ഘോഷയാത്ര. ഘോഷയാത്രയിലുടനീളം പരമ്പരാഗത നൃത്തങ്ങൾ, സംഗീത പരിപാടികൾ, ആയുധ പ്രകടനങ്ങൾ എന്നിവയുണ്ടാകും. ആഘോഷങ്ങളുടെ മറ്റൊരു അവിഭാജ്യ ഘടകമാണ് പീരങ്കി വെടിക്കെട്ട്. പീരങ്കി വെടിയുണ്ട ശബ്ദത്തിനിടയിലാണ് സംഗീത വാദ്യ കലകളുടെയും നൃത്തങ്ങളുടെയും അകമ്പടിയോടെ ജംബു സവാരി നടക്കുന്നത്. കൂടാതെ 21 ഗൺ സല്യൂട്ടുകളും നടത്തുന്നുണ്ട്. ദേശീയ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ സിറ്റി ആംഡ് റിസർവ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സല്യൂട്ട് നടത്തുന്നത്. ജംബു സവാരിക്ക് മുൻപ് മൈസൂർ കൊട്ടാരത്തിൽ രാജദമ്പതികളുടെ നേതൃത്വത്തിൽ ചാമുണ്ടേശ്വരിയെ ആരാധിക്കുന്നു.
ജംബു സവാരി ഘോഷയാത്ര വിശാലമായ ബന്ദിമണ്ഡപം മൈതാനത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ടോർച്ച് ലൈറ്റ് പരേഡോടെ അവസാനിക്കുന്നതാണ്. ഈ മിന്നുന്ന തിളങ്ങി നിൽക്കുന്ന ദീപാലങ്കാര ഘോഷയാത്രയിൽ കർണാടക സംസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ ഒരു നേർക്കാഴ്ച നൽകുന്നു. മനോഹരമായ വർണ്ണപ്പടക്കങ്ങൾ, ബൈക്ക് ഷോകൾ, സാംസ്കാരിക പരിപാടികൾ, ലേസർ ഷോകൾ എന്നിവ ഉണ്ടാകും. 10 ദിവസത്തെ മൈസൂർ ദസറ ആഘോഷത്തിന് തിരശീല വീഴ്ത്തുന്ന ഉത്സവത്തിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് ഇത്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയുടെ സംസ്ഥാന ഉത്ഭവമാണ് മൈസൂർ ദസറ. മൈസൂരിലാണ് പ്രസിദ്ധമായ ഈ ഉത്സവം നടക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ ധാരാളം സഞ്ചാരികൾ ഈ ദിവസങ്ങളിൽ മൈസൂരിൽ എത്തിച്ചേരാറുണ്ട്. ഇതിനെ നവരാത്രി, അതായത് 9 രാത്രികൾ എന്നും വിളിക്കുന്നു. ഇതിന്റെ അവസാന ദിവസം ദസറയുടെ ഏറ്റവും വിശിഷ്ട ദിവസമായ വിജയദശമിയാണ്. സാധാരണമായി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലാണ് ദസറ വരുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മൈസൂർ ദസറ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണം 1 ലക്ഷം ബൾബുകൾ ഉപയോഗിച്ച് ദിവസവും വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ പ്രകാശിക്കുന്ന മൈസൂർ പാലസാണ്. ഇതിന്റെ പണികൾക്ക് മാത്രമായി എല്ലാ വർഷവും 10 മില്യൺ രൂപ ചെലവഴിക്കുന്നു. പ്രകാശപൂരിതമായ പാലസിനു മുന്നിൽ കർണാടക സംസ്ഥാനത്തിന്റെ സാംസ്കാരികതയും മതപരവുമായ വിവിധ നൃത്ത, സംഗീത, സാംസ്കാരിക പരിപാടികൾ നടക്കും. ഗംഭീരമായ ഘോഷയാത്രകൾ, മേളകൾ, പ്രദർശനങ്ങൾ എന്നിവയാൽ മൈസൂർ ദസറ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ്. ആന, കുതിര പരേഡുകളും കായിക മത്സരങ്ങളും ചലച്ചിത്രമേളങ്ങളും മുതൽ പൈതൃക ടൂറുകൾ കൂടാതെ യോഗ, ഗുസ്തി എന്നിവ വരെ ഇവിടെ ഈ സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇന്ന് ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കാറുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് മൈസൂർ കൊട്ടാരവും അതിൻ്റെ ആഘോഷമായ ദസറയും കൂടി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സബ്സ്ക്രൈബ് നൽകുക. മറ്റു ഒരു സുഹൃത്തിനും കൂടി ഇത് ഫോർവേഡ് ചെയ്യാനുള്ള സന്മനസ് കാണിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്.